ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കേക്കാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കൂടി ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് 4 പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുരുയില്ലാതെ ഇതിൻ്റെ ജ്യൂസൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിൻ്റെ ജ്യൂസൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3/4 കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആ ഷുഗറൊക്കെ മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷുഗർ മെൽറ്റാക്കി എടുക്കുമ്പോൾ ഇത് ലോ ഫ്ലെയിമിലായിക്കോട്ടെ. എന്നിട്ട് ഷുഗറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായി ഇതുപോലെ ബബിൾസൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ഒന്നുകൂടി തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. ഇനി നമ്മൾ ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഫ്ലോർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഈ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് 2-3 പ്രാവശ്യം നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മളൊരു നനവില്ലാത്ത ബൗളിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ആയിരിക്കണം. ഇനി നമ്മൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ മുട്ടയിലേക്ക് വാനില എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സിറപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ സിറപ്പ് മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. അതും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലോറൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 2 പിഞ്ച് യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 30 to 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടത്തിൻ്റെ കുഴിയൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറപ്പാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് പഞ്ചസാരയും അര കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തികഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും ഒന്നുകൂടി അത് കുറുകി വരും. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് അര കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളമാണ്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സിറപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ സിറപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഈ സീഡ്സ് ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ 1 ടീസ്പൂൺ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഷുഗറൊക്കെ മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജെല്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച സിറപ്പിൽ നിന്ന് ബാക്കിയുള്ളത് ഒരു പാനിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്ത കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറുക്കിയെടുക്കണം. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇതിലേക്ക് 2 പിഞ്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് കുറുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കൽ നമ്മൾ നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് ആയി തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ ഈ ജെല്ല് നന്നായിട്ട് അങ്ങോട്ട് കുറുകാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ ഒന്നുകൂടി തണുക്കാൻ വേണ്ടി വെച്ചാൽ വീണ്ടും അത് കട്ടിയായി വരും. അപ്പോൾ നല്ല കട്ടിയായി വന്നാൽ അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചൊന്ന് മിക്സാക്കി ലൂസാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൗഡർഡ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ബോർഡിൽ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകൂടി സിറപ്പ് തണുത്താൽ ഒന്നും കൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കുറയും. അപ്പോൾ അതിന് പകരം 1 കപ്പ് വെള്ളവും അര കപ്പ് പഞ്ചസാര എടുത്തിട്ട് സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ തികയാത്തതായി വരില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. പിന്നെ ഈ സീഡ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കൊരു കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്, അത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ക്രീം വെച്ച് കവറാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് തന്നെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ വെറ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് കേക്ക് ഫുള്ളായിട്ട് തന്നെ ക്രീം വെച്ച് കവർ ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഈ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് ക്രീം വെച്ചിട്ട്. കേക്ക് ഫുള്ളായി കവറാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇഷ്ടമുള്ള പോലെ അതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ചുകൂടി നേരം ഇരുന്നാൽ അത് കട്ടയായി വരും. അപ്പോൾ നമ്മൾ വീണ്ടും ലൂസാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഏത് പരുവത്തിലാണ് വേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ അവസാനം ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മുകളിൽ
ഡിസൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല അടിപൊളിയായിരുന്നു. ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ജെല്ലിൽ അത്ര ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ടോപ്പിങ്ങിൽ ആ ജെല്ല് വന്നപ്പോൾ ചെറുതായിട്ട് പുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജെല്ല് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.